മാതൃഭൂമി ന്യൂസ് തുറന്നുകാട്ടിയ തിരുവനന്തപുരം കോട്ടൂരിലെ ഉന്നതികളുടെ ജനങ്ങളുടെ ദുരവസ്ഥ ഓർമ്മയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ശക്തമായി ഈ കാര്യം അവതരിപ്പിച്ചിരുന്നു. ഇതിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി കെ എ തുളസി. വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. കുറ്റിച്ചൽ മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തും എന്ന മന്ത്രിയുടെ ഉറപ്പ്. ചികിത്സയ്ക്കായി മൊബൈൽ ക്ലിനിക്കുകളുടെ സേവനം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. നമ്മുടെ വകുപ്പ് മാത്രം ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. വിവിധ വകുപ്പുകളുടെ, പ്രത്യേകിച്ച് റവന്യൂ, അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പുകളുടെയൊക്കെ കൂടിയായിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആലോചനാ യോഗം നടത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സർക്കാർ വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ടാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതിലടിയന്തരമായിട്ട് ഒരു ഇടപെടലുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ച സ്പോട്ടുകളിൽ നമ്മൾ മൊബൈൽ മെഡിക്കൽ സെന്ററുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് നിലവിലുണ്ട്. അത് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വകുപ്പ് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അനൗപചാരിക ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. സന്തോഷകരമായ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ മന്ത്രി ഏതായാലും ഇടപെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോട്ടെ നമുക്ക് ആശിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷേ വർഷങ്ങളായി ഉന്നയിക്കുന്നൊരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത കണ്ടതിന് ശേഷം ഇന്നലെ മന്ത്രി ഈ കോട്ടൂരിലെ ഇതേ ഉന്നതികളിൽ സന്ദർശനത്തിനായി പോയിരുന്നു. എങ്ങനെയാണ് അവസ്ഥയെന്ന് കണ്ടറിയാൻ പോകുന്ന അതേ ദിവസമായിരുന്നു മാതൃഭൂമി ന്യൂസ് ഈ വാർത്തയും നൽകിയത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കണ്ടതിന് ശേഷമുള്ള പ്രതികരണവും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ മന്ത്രി പറയുന്നത് ഇത് പല വകുപ്പുകൾ ചേർന്ന് നടത്തേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നടപടി ദ്രുതഗതിയിലാക്കേണ്ടത് വകുപ്പ് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം മൊബൈൽ ക്ലിനിക്കുകളുടെ ഒരു സേവനം ലഭ്യമാക്കുമെന്ന് പറയുന്നത് ആശ്വാസകരമാണ്. അത് മുൻപുള്ള കാര്യം തന്നെയാണ്. എങ്കിൽ പോലും അത് സജീവമായി എല്ലാവരിലും എത്തുന്ന രീതിയിലേക്ക് ഈ സമയ ക്രമീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. മറ്റൊന്ന്, റോഡുകൾ, അത് കൃത്യമായി ആ റോഡുകളുടെ പണി പൂർത്തിയാക്കും. കാരണം വാഹനങ്ങൾ വിളിച്ചാൽ പോലും എത്തില്ല എന്ന് ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ ഈ കോട്ടൂരിലെ ഉന്നതിയിലുള്ള ആളുകൾ പറയുന്നുണ്ട്. ഈ ചോനാമ്പാറ എന്ന് പറഞ്ഞാൽ കയറി ചെല്ലുന്ന ഇടം തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോലും വാഹനങ്ങൾ രാത്രി വിളിച്ചാൽ എത്തില്ല എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഒപ്പം കുറ്റിച്ചൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിലും പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ മന്ത്രി പറയുന്നത് പരാതികൾ മന്ത്രി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാർത്തയിലൂടെയും അത് ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, കുടുംബാരോഗ്യ കേന്ദ്രം എന്ന തരത്തിൽ നിന്ന് അതിനെ ഗ്രേഡ് ഉയർത്താനും അതിൻ്റെ സേവനം വിപുലപ്പെടുത്താനും തീരുമാനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് മന്ത്രി മറന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓർമ്മയിലേക്ക് നമ്മൾ കുറ്റിച്ചലിലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ വിഷയവും ഒപ്പം കോട്ടൂരിലെ ആളുകളുടെ വിഷയവും നമുക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിഞ്ഞു. ഇന്നലെ തന്നെ മന്ത്രി അവിടേക്ക് പോയി. എന്തായാലും ഇതിൽ മൊത്തം സൂചിപ്പിച്ചതുപോലെ നല്ലൊരു തീരുമാനം, പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമ്മൾ പിന്നാലെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.